കോട്ടയം കാണക്കാരിയിലെ ജെസ്സിയുടെ കൊലപാതകം പ്രതിയായ ഭർത്താവ് സാം കെ ജോർജ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതെന്ന് പോലീസ്. കൊലപാതകത്തിന് ശേഷം മൃതദേഹം മറവ് ചെയ്യുന്നതിനുള്ള സാധ്യതകളടക്കം സാം നേരത്തെ പരിശോധിച്ചിരുന്നു. കാനഡയിലുള്ള മക്കൾക്ക് തോന്നിയ സംശയമാണ് കേസിൽ നിർണായകമായത്. ഈ ഒരു റിപ്പോർട്ട് കൂടി കണ്ടുകൊണ്ട് മീറ്റ് ദി റിപ്പോർട്ടേഴ്സ് ഇവിടെ പൂർണ്ണമാകും. നമസ്കാരം. മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ട് എന്നാരോപിച്ച് പലതവണ സാമും ജെസ്സിയും തമ്മിൽ വാക്കുതർക്കമുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയുമായി സാം വീട്ടിലെത്തിയത് ജെസ്സി ചോദ്യം ചെയ്തു. തുടർന്നും വാക്കുതർക്കമുണ്ടായി. ഇതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് സാം കെ ജോർജിന്റെ മൊഴി. കഴിഞ്ഞ മാസം 26-ന് കാണക്കാരിയിലെ വീട്ടിൽ വച്ചാണ് ജെസ്സിയെ കൊലപ്പെടുത്തിയത്. മുഖത്ത് കുരുമുളക് സ്പ്രേ തളിച്ച ശേഷം ശ്വാസം മുട്ടിച്ചു കൊല്ലുകയായിരുന്നു. മൃതദേഹം കാറിൽ കയറ്റി തൊടുപുഴയ്ക്കടുത്ത് ചെപ്പുകുളത്ത് ഉപേക്ഷിച്ചു. കൊലപാതകം നടത്തുന്നതിന് 10 ദിവസം മുൻപ് പ്രതി ഇവിടെ എത്തി മൃതദേഹം മറവ് ചെയ്യാനുള്ള സാധ്യതകൾ ഉറപ്പാക്കിയിരുന്നു. മൃതദേഹം കൊക്കയിൽ തള്ളിയ ശേഷം സുഹൃത്തായ വിദേശ വനിതയ്ക്കൊപ്പം മൈസൂരിലേക്ക് കടക്കുകയായിരുന്നു. ഇവിടെ നിന്നാണ് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പല സൗഹൃദങ്ങളും ഇയാൾക്കുണ്ട്. ആ സൗഹൃദത്തിലുള്ള സ്ത്രീ സൗഹൃദങ്ങൾ, ആ സ്ത്രീ സൗഹൃദത്തിൽപ്പെട്ട ആൾക്കാരെല്ലാവരും ഈ വീടുകളിൽ കൊണ്ടുവരുന്നതും അതുപോലെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരുമിച്ച് താമസിക്കുന്നതായിട്ടുള്ളത് ഭാര്യ നിരന്തരം കണ്ടുവരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രകോപനവും മാരിറ്റൽ ഇഷ്യൂസ് എല്ലാം ഇതിനകത്ത് നിലനിൽക്കുന്നു. കാനഡയിലുള്ള മക്കൾ ജെസ്സിയുമായി ദിവസവും ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഫോണിൽ ലഭിക്കാതായതോടെ സംശയം തോന്നി. ദിവസം അവർ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതാണ്. അപ്പം അന്ന് വിളിച്ചപ്പോഴത്തേനും കിട്ടുന്നില്ല, പിറ്റേ ദിവസം വിളിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് പോലീസിൽ അറിവ് കൊടുത്തത്. ജെസ്സിയുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ന്യൂസ് മലയാളം, കോട്ടയം.